പീസ് എടുക്കാം. നന്നായിട്ട് വെന്തു. കരൾ അരച്ചതിൻ്റെ പ്രത്യേകതയാണ് ഈ പുരി പോലെ ഇരിക്കുന്നത്. പുരി ഇരിക്കണ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ചിക്കൻ നിർത്തിപ്പൊരിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ 2 കോഴി മേടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2.25 കിലോ അടുത്തുണ്ട് ഒരു കോഴി. നമ്മൾ ഇനി നിർത്തിപ്പൊരിക്കാനുള്ള പരിപാടികൾ ചെയ്യാൻ പോകുന്നു. നമ്മൾ ചിക്കൻ നല്ല സെറ്റായിട്ട് കഴുകിയല്ല നന്നായിട്ട് ലൈനൊക്കെ ഇട്ട് വരഞ്ഞു. നമുക്ക് മസാല പുരട്ടാനുള്ള പരിപാടിയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ മസാല ചേർക്കുന്നത് ചതച്ചരച്ചാണ് നമ്മൾ മസാല ഇതിൻ്റെ അകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ചതയ്ക്കാൻ പോകുന്ന ഇഞ്ചിയാണ്. നന്നായിട്ട് ചതയ്ക്കണം. നമ്മൾ നല്ല നാച്ചുറലായിട്ടാണ് നമ്മൾ ചെയ്യണം. നല്ല ചതച്ചരച്ചാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മുടെ കാന്താരി മുളകും പച്ചമുളകും തമ്മിൽ മിക്സ് ചെയ്താണ് നമ്മൾ ഇടിക്കുന്നത്. അതും സെറ്റായി അടിപൊളിയായി. നാരങ്ങ നീര് കൊണ്ട് കൂടി മിക്സ് ചെയ്യുകയാണ് നമ്മൾ അരപ്പിലോട്ട്. ഒരു നാരങ്ങ ഫുള്ള് പിഴിയണം. നമ്മൾ നാടൻ മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. നാടൻ കോഴിയുടെ മുട്ടയാണ്. 3 മുട്ടയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. 3 മുട്ട ചേർത്തു. നമുക്ക് ഉപ്പ് ചേർക്കാം. 3 സ്പൂൺ ഉപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി. മല്ലിപ്പൊടി, ഓരോരുത്തർക്ക് ഓരോ മസാലയാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല ചേർക്കണം. കുരുമുളക് പൊടി ഇച്ചിരി നന്നായിട്ട് ഇടുന്നുണ്ട്. നല്ല എരിവാണ്. കാശ്മീരി ചില്ലിയായിട്ട് ചേർക്കണം. ചില്ലി നല്ല കളറായിരിക്കും വറുത്ത് വരുമ്പോഴത്തേനും. നന്നായിട്ട് ഇറക്കണം. നമുക്ക് ഗരം മസാല ഗരം മസാലയാണ് ചേർക്കണം. മസാല അധികം ചേർക്കണ്ട, കുറച്ചിട്ടാൽ മതി. സാധാ മുളക് പൊടി, ഓൾറെഡി എരിവുള്ളതുകൊണ്ട് സാധാ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. നമ്മുടെ കാന്താരി മുളക് ഇട്ടിട്ട് അരച്ചിട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് എരിവ് ചേർത്താൽ മതി. ഇത് ചേർക്കണം. ചിക്കൻ മസാലയുടെ ചേർക്കണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കരൾ നന്നായിട്ട് ഉടയ്ക്കണം. ഉടച്ചാണ് നമുക്ക് കരൾ നന്നായിട്ട് ഉടയ്ക്കും. നമ്മൾ കരൾ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കന് നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ കരൾ ചേർക്കുന്നത്. എല്ലാ ഹോട്ടലുകളിലും എല്ലാം നമ്മൾ കരൾ ചേർത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മസാല അപ്ലൈ ചെയ്യാൻ പോവാണ് ചിക്കനിട്ട്. നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് മസാല അപ്ലൈ ചെയ്യണം. നാച്ചുറൽ മസാലയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കന്. എല്ലാവരും പരീക്ഷിക്കേണ്ടതാണ്. നമ്മൾ നിർത്തി പൊരിച്ച ചിക്കൻ വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. മസാല നന്നായിട്ട് സെറ്റായി. നമ്മുടെ മസാല നല്ല സെറ്റായിട്ട് പിടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഫ്രീസ് ചെയ്യിക്കാൻ കൊണ്ടുപോകാം. ഓൾമോസ്റ്റ് 4 മണിക്കൂർ ഫ്രീസ് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ നിർത്തിപ്പൊരിക്കാനുള്ള കോഴി ഫ്രീസ് ചെയ്യിക്കാനായിട്ട് കയറ്റണം. അങ്ങനെ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെള്ളം എല്ലാം പറ്റിയോന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം പറ്റിയില്ലെങ്കിൽ ഒരിക്കലും എണ്ണ ഒഴിക്കരുത്, പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഒഴിക്കുകയാണ്. 2 ലിറ്റർ ഓയിലാണ് മേടിച്ചേക്കുന്നത്. 1.5 ലിറ്റർ ഓയിൽ മിനിമം ഒഴിക്കണം. 1/2 ലിറ്റർ എണ്ണ പറ്റുവാണെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇവിടെ 1/2 ലിറ്ററോട് ഒഴിക്കാൻ പോവാണ്. 1/2 ലിറ്റർ ഒഴിച്ച് കുറച്ച് എണ്ണ പ്രിസർവ് ചെയ്യും. നമ്മുടെ ഓയിലിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചിക്കൻ്റെ അകത്ത് പറ്റിയേക്കുന്ന ഉപ്പ് ഓയിലിലോട്ട് അലിഞ്ഞ് തരാണ്ടിരിക്കും. ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ടോയെന്ന് നമുക്കറിയാൻ വേണ്ടി കരിയാപ്പില ഇട്ട് നോക്കാം. കരിയാപ്പില നല്ലതാണ്. എണ്ണയിലിടുന്ന വിഷം നന്നായിട്ട് വലിച്ചെടുക്കും. ഇടാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിൻ്റെ അകത്തിട്ടിടാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രീസായിട്ടുണ്ട്. 4 മണിക്കൂറോളം നമ്മൾ വെച്ചു. നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം.
ചിക്കൻ സെറ്റാക്കി ഇടാനാണ്. ചിക്കൻ നിർത്തിപ്പൊരിക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷമാണ് ചിക്കൻ ഇടാവുള്ളൂ. അടുത്ത ചിക്കൻ എടുക്കാൻ പോന്നു. നമ്മളുടെ പുതിയ തൂളുണ്ടാക്കിയതാണ്. ഇതാണ് നമ്മുടെ പുതിയ ഒരു ഐറ്റമാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുത്തി കൊടുക്കാം. ഉള്ളിലോട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ കയറി നന്നായിട്ട് ഉള്ളു വേവുന്നതായിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ തൂളുണ്ടാക്കിയിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ഒന്ന് കുത്തി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളു നന്നായിട്ട് വെളിച്ചെണ്ണ കയറി വേവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ കോരി ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂട് വെളിച്ചെണ്ണ വേണ്ടിയിട്ട് കോരി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നിർത്തി പൊരിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കി. അങ്ങനെ നമ്മൾ ചിക്കൻ മറച്ചിടാൻ പോവാണ്. ഈ ടൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മുടെ നിർത്തിപ്പൊരി ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്യാം. പെരിഞ്ജീരകം നന്നായിട്ട് ആഡ് ചെയ്യാം. നന്നായിട്ട് പെരിഞ്ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. നല്ല മസാലയുടെ സ്മെല്ല് വരുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. മസാല ഇറച്ചിയിട്ടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കരൾ അരച്ചതിൻ്റെ പ്രത്യേകതയാണ് ഈ പൊരി പോലെ ഇരിക്കുന്നതാണ്. പൊരി ഇരിക്കണ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. ചിക്കൻ ഫ്രൈക്കകത്ത് കരൾ അരച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ്റെ വേവാൻ ഏറ്റവും പാടുള്ള ഭാഗം ബ്രസ്റ്റ് പീസാണ്. എണ്ണ നന്നായിട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഇടയ്ക്ക് നമ്മുടെ ടൂൾസ് വെച്ച് 2 ഹോൾ ഇട്ട് കൊടുക്കും. ഈ ടൂള് നമ്മൾ തടിയും കൊണ്ടുണ്ടാക്കിയൊരു ടൂളാണ്. നമ്മളെല്ലാവരും ഇത് ചെയ്ത് പരീക്ഷിക്കേണ്ടതാണ്. നല്ലൊരു ഐറ്റമാണ്. ചിക്കൻ പകുതി വെന്തിരിക്കുന്നു. വലിയ മറച്ചും തിരിച്ചും കൊടുക്കാം. നമ്മൾ ആദ്യമേ ചെറിയ സ്റ്റൗവിലിട്ടാണ് റെഡിയാക്കാൻ നോക്കിയത്. അങ്ങനെ ഫ്ലെയിം കുറവായതുകൊണ്ട് എണ്ണയൊന്നും നന്നായിട്ട് ചൂടായില്ല. എന്നിട്ട് നമ്മൾ വലിയ പറഞ്ഞോട്ട് മാറ്റിയേക്കുവാണ്. അപ്പോൾ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ചിക്കൻ. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. നല്ല കളറായിട്ടുണ്ട്. നമ്മളത് ചെറിയ സ്റ്റൗവിലാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും വറക്കാനായിട്ട്. ഇതാകുമ്പോൾ 1500 രൂപ മുടക്കിയാൽ മതി. സിംഗിൾ ബർണർ കിട്ടും. ഇന്നത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വലിയ വെയിറ്റൊന്നുമില്ല. ചിക്കൻ നല്ല സെറ്റായിട്ട് വറുത്ത് കിട്ടും. ചോറൊക്കെ പോവുകയാണെങ്കിൽ കൊണ്ടുപോകാൻ എളുപ്പമാണ്. സിംഗിൾ ബർണർ ചിക്കൻ വെന്തു. എടുക്കാനൊക്കെ എളുപ്പത്തിന് നമ്മുടെ ടൂളാണത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചുള്ളൂ. ചിക്കൻ എണ്ണ ഊറാൻ വേണ്ടി നമുക്ക് പാത്രത്തിട്ട് ഇവിടെ ഗ്യാസ് നോക്കാം. എണ്ണ അരിഞ്ഞു എണ്ണ ഊറാൻ വെച്ചു. ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നിർത്തിപ്പൊരി ചിക്കൻ. നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പീസ് എടുക്കാം. നന്നായിട്ട് വെന്തു. പീസ് നല്ല ചൂടാണ്. പീസ് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രക്ഷയില്ല. സൂപ്പറാണ്. എല്ലാം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല ഫ്ലേവർ എല്ലാത്തിനും ഉണ്ട്. എല്ലാം കറക്റ്റാണ്.
പിന്നെ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മുടെ കാന്താരി മുളകിൻ്റെ നല്ല ഫ്ലേവറും കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്, എല്ലാവരും ചെയ്യേണ്ടതാണ്. സൂപ്പർ.